സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ കാറുകൾ ഉൾപ്പെടെ യൂറോപ്പിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് രാജ്യത്ത് വില കുത്തനെ കുറയും. യൂറോപ്പിൽ നിന്നുള്ള ഫാർമ ഉൽപ്പന്നങ്ങൾക്കുള്ള 11% തീരുവയും നീക്കുന്നതോടൊപ്പം ഭാരതത്തിലെ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും വരെ യൂറോപ്പ് എന്ന വലിയ വിപണി എത്തിപ്പിടിക്കാൻ ആകും. എന്തായാലും ഈ ഒരു വാർത്ത ഒന്ന് കേൾക്കാം. ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരാർ തന്ത്രപ്രാധാന്യമുള്ള സഖ്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. അമേരിക്കൻ തീരുവ വർധനവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലേക്കും തീരുവ ഇളവോടെ ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങളെത്തും. ഭാരതത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99.5% ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയനിൽ തീരുവ ഇളവ് ലഭിക്കും. 2024-25 സാമ്പത്തിക വർഷം $75.9 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് ഭാരതം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത്. കരാർ പ്രാവർത്തികമാകുന്നതോടെ കയറ്റുമതി മേഖലയിൽ ഏറ്റവും വേഗത്തിൽ $3 മുതൽ $5 ബില്യൺ നേട്ടമുണ്ടാകും. കരാറിലൂടെ എണ്ണ വാതക മേഖലയിൽ വൻ നേട്ടമുണ്ടാകും. കൂടാതെ യൂറോപ്പിൽ നിന്നുള്ള കാറുകളുടെ ഇറക്കുമതി തീരുവ കുറയുന്നതോടെ രാജ്യത്ത് ആഡംബര കാറുകളുടെ വിലയിലും വ്യത്യാസമുണ്ടാകും. പാസ്ത, ചോക്ലേറ്റ് എന്നിവയുൾപ്പെടെയുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ തീരുവ പൂർണ്ണമായും ഒഴിവാക്കി. വൈനുകളുടെ തീരുവ 150% നിന്ന് 20% കുറഞ്ഞു. ബിയറുകളുടെ വില കുറയും. കാറുകളുടെ താരിഫ് 110% നിന്ന് 40%ലേക്കും ക്രമേണ 10% കുറയും. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിൽ നിന്നെത്തുന്ന ഏകദേശം 97%-ങ്ങൾക്കും താരിഫ് കുറയുകയോ ഒഴിവാക്കാനോ ധാരണയായി. രണ്ട് ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള പുതിയ ചരിത്രമെന്നാണ് സ്വതന്ത്ര വ്യാപാര കരാറിനെ ഭാരതവും യൂറോപ്യൻ യൂണിയനും വിലയിരുത്തുന്നത്. പ്രതിരോധം, സുരക്ഷ, ഊർജം, തൊഴിൽ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ സമൃദ്ധിക്കായുള്ള ബ്ലൂ പ്രിന്റ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.